നമ്മുടെ ശരീരത്തിലെ ഊർജത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് രക്തമാണ്. എന്നാൽ ഇന്ന് 10ൽ 5 പേർക്കും രക്തക്കുറവ് അഥവാ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഒരു വില്ലനായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും തളർന്നിരിക്കാറുണ്ടോ? നടക്കുമ്പോൾ കിതപ്പും തലകറക്കവും ഒക്കെ അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ്റെ നില താഴോട്ടാണെന്ന് നമ്മളുടെ ശരീരം നൽകുന്ന സൂചനയാകാം ഇത്. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ എല്ലാ അവയവങ്ങളിലേക്കും എത്തിക്കുന്ന ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ എന്നത് RBCയിൽ ഉള്ള ഒരു പ്രോട്ടീനാണ്. ഇതിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മളുടെ ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ എടുത്ത് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ്. കൂടാതെ ഈ കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് തിരിച്ചെത്തിക്കുവാനോ ഇത് സഹായിക്കുന്നു. ഇതാണ് ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അനീമിയ എന്നത് എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് സാധാരണ തലത്തിനേക്കാളും താഴെയാവുന്ന അവസ്ഥയാണ്. ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കാതെയായിട്ട് വരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ക്ഷീണം, തലകറക്കം, ശ്വാസം മുട്ടൽ, ശ്രദ്ധക്കുറവ്, ഹൃദയമിടിപ്പ് കൂടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഹീമോഗ്ലോബിൻ്റെ അളവ് നിലനിർത്താൻ വേണ്ടി നമുക്ക് അയൺ, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് എന്നിവയൊക്കെ അനിവാര്യമാണ്. പോഷകക്കുറവ്, രക്തസ്രാവം, ദഹന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില രോഗങ്ങൾ ഇതൊക്കെ നമ്മളുടെ ഹീമോഗ്ലോബിൻ കുറയാനായിട്ട് കാരണമാകും. ഇത് ദീർഘകാലം നമ്മൾ അവഗണിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നം വരാം, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നം വരാം, പ്രതിരോധ ശേഷി ഇതിനെയൊക്കെ നമ്മളെ ബാധിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രക്തക്കുറവിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ലളിതമായ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് രക്തം കുറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. അയണിൻ്റെ കുറവാണ് ഇതിൻ്റെ മെയിൻ റീസൺ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയൺ കുറവാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം ഇത് തടസ്സപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡൈജഷൻ തന്നെയാണ്. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാലും അത് രക്തമായിട്ട് മാറണമെങ്കിൽ നമ്മളുടെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം ശരിയാവണം. ഇതിനെ അഗ്നിമാന്ദ്യം എന്നൊക്കെ പറയും. ഇനി മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് രക്തസ്രാവം തന്നെയാണ്. അമിതമായിട്ടുള്ള ആർത്തവസ്രാവം അല്ലെങ്കിൽ പൈൽസ്, അൾസർ ഇവയൊക്കെ വഴി രക്തം നഷ്ടപ്പെടുന്നു. പിന്നെ വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് ഇതൊക്കെ നമ്മളുടെ RBCയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ ഇവ കുറഞ്ഞാലും വരാം. പിന്നെ കുറച്ച് തെറ്റായ ശീലങ്ങൾ കൊണ്ടും വരാം. ഭക്ഷണത്തിന് തൊട്ട് പിന്നാലെ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്ന ഭക്ഷണത്തിലെ അയൺ കണ്ടന്റിനെ ശരീരം വലിച്ചെടുക്കുന്നതിന് ഇത് തടയും. പിന്നെ ഇൻറ്റസ്റ്റൈനൽ വേംസ് അല്ലെങ്കിൽ വിരകൾ, പിന്നെ പോഷകക്കുറവുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ദീർഘകാലമായിട്ടുള്ള രോഗങ്ങൾ, പിന്നെ നമ്മുടെ ലിവർ, കിഡ്നി ഇതിനെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങൾ ഇതെല്ലാം അനീമിയയ്ക്ക് കാരണമാണ്. ഇനി നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ സ്കിന്നിലും പിന്നെ നമ്മളുടെ നഖത്തിലും ഒക്കെ കാണുന്ന വിളർച്ച തന്നെയാണ് ഇതിൻ്റെ മെയിൻ ലക്ഷണം. പിന്നെ പടികൾ കയറുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമുക്ക് അമിതമായ കിതപ്പ് അനുഭവപ്പെടുക, കണ്ണിന് താഴെയാണെങ്കിൽ ഒരു വിളറിയ നിറം, പിന്നെ മുടി കൊഴിച്ചിൽ, നഖങ്ങളൊക്കെ പൊട്ടിപ്പോകുന്ന പോലുള്ള ഒരു അവസ്ഥ, പിന്നെ അമിതമായ തലവേദനയും, പിന്നെ നമുക്കൊരു ഏകാഗ്രത കുറവൊക്കെ ഫീൽ ചെയ്യുന്നു, പിന്നെ എളുപ്പത്തിൽ ക്ഷീണം വരിക, തലകറക്കം, കണ്ണിന് വേണ്ടി ഇരുട്ട് പോലെയൊക്കെ കാണുക, ശ്വാസം മുട്ടൽ, ഹൃദയമിടിപ്പ് കൂടുക, മുഖം, ചുണ്ട്, നഖം ഇവയൊക്കെ വെളുത്ത നിറം വരിക, പിന്നെ മുടിയൊക്കെ കൊഴിയുക, ശ്രദ്ധക്കുറവ് ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഉപാധികളാണ് പറയുന്നത്. ഒന്നാമത് നമ്മൾ ദിവസവും 1 കപ്പ് മുരിങ്ങയില ഇത് സൂപ്പായിട്ടോ തോരനായിട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. ഈ മുരിങ്ങയില എന്ന് പറയുന്ന അയണിൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. വൈറ്റമിൻ C ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ അയൺ കണ്ടന്റ് ശരീരത്തിന് വലിച്ചെടുക്കാനായിട്ട് കഴിയൂ. അതുകൊണ്ട് നമ്മൾ നെല്ലിക്കയും ശർക്കരയൊക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈന്തപ്പഴം, ഉണക്കമുന്തിരിയൊക്കെ ഡെയിലി നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. രാത്രി വെള്ളത്തിൽ ഒരു 5 കറുത്ത ഉണക്കമുന്തിരി ഇട്ടിട്ട് രാവിലെ എണീറ്റ് ഇത് കഴിക്കുന്നത് നമ്മളുടെ രക്തം കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇരുമ്പ് പാത്രത്തിലൊക്കെ കുക്ക് ചെയ്യുന്നത് ഒരു ശീലമാക്കുക ആണെങ്കിൽ നാച്ചുറലായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ അയൺ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ബീട്രൂട്ട്, ചീര, ലിവർ, പിന്നെ മുട്ടയുടെ മഞ്ഞ, പയർ വർഗ്ഗങ്ങൾ, നാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നത് ഇരുമ്പിൻ്റെ ആകിരണമൊക്കെ വർദ്ധിപ്പിക്കും. പിന്നെ ചായ, കാപ്പി ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടൻ ഇത് ഒഴിവാക്കുക. ഭക്ഷണം കൊണ്ട് മാത്രം നമുക്ക് മാറാത്ത വിളർച്ചയ്ക്ക് നമുക്ക് കുറച്ച് മരുന്നുകളെ പറ്റി ഞാൻ പറയാം. ലോഹാസം ഒക്കെ നമ്മളുടെ രക്തവർദ്ധനയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ ദ്രാക്ഷാതി ലേഹ്യം ക്ഷീണം കുറയ്ക്കാനായിട്ട് നല്ലതാണ്. പുനർനവ മണ്ടൂര് ഇത് നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. പിന്നെ സിംഗിൾ ഡ്രഗായിട്ട് ആമലകി അല്ലെങ്കിൽ ഗുഡൂച്ചി അല്ലെങ്കിൽ ഡാഡിമയുടെയൊക്കെ ചൂർണം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്യാപ്സൂൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാം. പിന്നെ നമുക്ക് മണ്ടൂര വടകം വേണമെങ്കിൽ കഴിക്കാം. ഇത് ഹീമോഗ്ലോബിൻ കൂട്ടുക മാത്രമല്ല നമ്മളുടെ ലിവറിനെ സംരക്ഷിക്കുകയും
ശരീരത്തിലുള്ള നീർക്കെട്ട് അല്ലെങ്കിൽ എഡിമയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ഇത് മോരിൽ ചേർത്ത് കഴിക്കുന്ന ഇതിൻ്റെ ഗുണം കൂട്ടുന്നതായിട്ട് കാണാറുണ്ട്. ഇനി അടുത്തത് അന്നഭേദി സിന്ദൂരം. രക്തക്കുറവിന് ഏറ്റവും വേഗത്തിൽ ഫലം നൽകുന്ന ഒരു മരുന്നാണ് ഈ അന്നഭേദി സിന്ദൂരം. ഇത് നമ്മളുടെ ദഹനശക്തി കൂട്ടുകയും പിന്നെ പുതിയ രക്തകോശങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇത് നാരങ്ങാ നീരിലോ അല്ലെങ്കിൽ തേനിലോ ഒക്കെ ചാലിച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. രക്തക്കുറവ് പരിഹരിക്കാനായിട്ട് മരുന്നിനൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ സമയത്തുള്ള ഫുഡ് കഴിക്കുകയും പിന്നെ ഉറക്കമാണ്. ചായയും കാപ്പി ഒക്കെ കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. പകരം ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. മതിയായ ഉറക്കം, സ്ട്രെസ്സ് കുറയ്ക്കുക, പിന്നെ ദിവസവും ഒരു ലഘുവായിട്ടുള്ള വ്യായാമം, കൂടാതെ 6 മാസത്തിലൊരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുക. ഇതെല്ലാം നമുക്ക് അനീമിയ തടയാനായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.